നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 16 തിങ്കളാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാൻ തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. സമൂഹത്തിൽ അറിയപ്പെടാനും എവിടെയും മാന്യത ലഭിക്കാനുമുള്ള അവസരങ്ങൾ തേടിയെത്തുന്ന ദിവസമാണിത്. പുതിയ വാഹനം സ്വന്തമാക്കാനും തൊഴിൽ രംഗത്ത് വലിയ വിജയം കൈവരിക്കുവാനും സാധിക്കും. സാമ്പത്തികമായ നേട്ടങ്ങളും ഈ ദിവസത്തിന്റെ പ്രത്യേകതയാണ്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകേരം ആദ്യ പകുതി ഭാഗം. ശനി അനുകൂലമായി നിൽക്കുന്നത് ഗുണകരമാകുമെങ്കിലും ജാമ്യം നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണം. സർക്കാർ തലത്തിൽ നിന്ന് ചില ദോഷഫലങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ കരുതിയിരിക്കണം. വാതരോഗങ്ങൾ അലട്ടുന്നവർ ആരോഗ്യകാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. തൊഴിൽപരമായ ക്ലേശങ്ങൾ വർദ്ധിക്കാൻ ഇടയുള്ളതിനാൽ ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കുക. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കുടുംബ സൗഖ്യവും രോഗശാന്തിയും ലഭിക്കുന്ന ശുഭദിനമാണിത്. ശത്രുക്കളുടെ നീക്കങ്ങൾ പരാജയപ്പെടും. സ്വത്ത് സംബന്ധമായ കേസുകളിൽ അനുകൂലമായ വിധി പ്രതീക്ഷിക്കാം. പങ്കാളിയുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പല കാര്യങ്ങളിലും വിജയം ഉറപ്പാക്കാൻ സഹായിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ആഗ്രഹിച്ചതുപോലെ ദമ്പതികൾക്ക് ഒന്നിച്ചു താമസിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഉദ്യോഗത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. മനസ്സുഖം വർദ്ധിക്കുകയും വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകുകയും ചെയ്യും. ശത്രുദോഷം മാറിക്കിട്ടുന്ന ദിവസമാണിത്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. വിദ്യാർത്ഥികൾക്ക് ഉറക്കക്കുറവ് അനുഭവപ്പെടാനും പഠിച്ച കാര്യങ്ങൾ മറന്നുപോകാനും സാധ്യതയുള്ളതിനാൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വരവിനേക്കാൾ ചെലവ് വർദ്ധിക്കാൻ ഇടയുള്ളതിനാൽ സാമ്പത്തിക നിയന്ത്രണം അനിവാര്യമാണ്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെടാൻ ഇടയുണ്ട്. മാതാപിതാക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. യാത്രാക്ലേശം വർദ്ധിക്കുന്ന തരത്തിലുള്ള സ്ഥലമാറ്റത്തിന് സാധ്യത കാണുന്നു. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ബന്ധുക്കളുടെ സന്ദർശനം മനസ്സിന് സന്തോഷം നൽകും. നല്ല ഭക്ഷണ സുഖവും സാമ്പത്തിക ലാഭവും ഉണ്ടാകും. പ്രണയിനികൾക്ക് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സാധിക്കുന്ന അനുകൂലമായ ദിവസമാണിത്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. നിയമപരമായ തർക്കങ്ങളിൽ വിജയം കൈവരിക്കാനും സാമ്പത്തിക ലാഭം നേടാനും സാധിക്കും. തൊഴിൽ രംഗത്ത് വലിയ പുരോഗതി ദൃശ്യമാകും. സന്താന ഭാഗ്യം, വിവാഹ ഭാഗ്യം എന്നിവ ഉണ്ടാകും. വ്യാപാരികൾക്ക് മന്ദത മാറി ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. പോലീസ്, പട്ടാളം തുടങ്ങിയ സാഹസിക തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രശംസയും അംഗീകാരങ്ങളും ലഭിക്കും. വളരെ കാലമായി കാണാതിരുന്ന പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നത് മനസ്സിന് ഉന്മേഷം നൽകും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ചൊവ്വയുടെ സ്വാധീനത്താൽ ഭൂമി സംബന്ധമായ ലാഭങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കിയില്ല എങ്കിൽ മനസ്സമാധാനം നഷ്ടപ്പെട്ടേക്കാം. ഉദരരോഗങ്ങളുള്ളവർ ഭക്ഷണകാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണം. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ആചാര അനുഷ്ഠാനങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. സഹോദരങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും അലങ്കാര വസ്തുക്കൾ സ്വന്തമാക്കാനും യോഗമുണ്ട്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.